ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ പൂന്തോട്ടത്തിലെ പൂക്കളൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കം. നല്ല രസമില്ലേ പൂക്കളൊക്കെ കാണാനായിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ റോസാപ്പൂക്കൾ. നല്ല രസമില്ലേ ഓരോ റോസാപ്പൂക്കൾ വിരിഞ്ഞ് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പൂച്ചെടിത്തോട്ടമൊന്നുമല്ല, എല്ലാം ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾ നട്ട് വെച്ചിട്ടല്ലേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു 2-3 മാസമായിട്ടല്ലേ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് അത്യാവശ്യം പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇനി ഓണമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പൂവിടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അത്തപ്പൂവൊക്കെ 10 ദിവസം ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ അപ്പോഴത്തേക്കിനും കുറച്ചും കൂടി പൂവൊക്കെ വിരിഞ്ഞ് വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞിനെക്കൊണ്ട് അച്ഛൻ കൊളുക്കുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. ഇപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ അവിടുത്തെ ഒരു എന്താ പറയുക ഒരു സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, നല്ല കുന്നും മലയൊക്കെ ആയിട്ട്. അവിടുന്ന് കൊണ്ടുവന്ന ഒരു ചെടിയാണ്. ആളിങ്ങനെ എവിടെ പോയാലും എനിക്ക് ചെടി ഇഷ്ടമായതുകൊണ്ട് ചെടിയൊക്കെ കൊണ്ട് തരൂ കേട്ടോ. ഇങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ പറിച്ചിട്ടാണെങ്കിലും വരൂ കേട്ടോ. കണ്ട കാട്ടുകളിലൊക്കെ ആണെങ്കിലും കൊണ്ട് തരുവേ. അപ്പോൾ എന്താ പറയുക, ഇന്നിങ്ങനെ ചെടികളുടെ വിശേഷം പറഞ്ഞു പോവുമല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കാടും പള്ളിയൊക്കെയാണോ ഞങ്ങൾ കാണിച്ചു തരുന്നത്, ഞങ്ങളുടെ കുഞ്ഞിനെക്കുട്ടൻ എവിടെയെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നത്തെയോ ഒന്നും വീഡിയോ അല്ല കേട്ടോ. നമ്മൾ 1-2 ദിവസമൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയേക്കായിരുന്നു. ഇപ്പം അതിന് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഇന്നും എനിക്കറിയില്ല ഇതിടാൻ പറ്റുമെന്ന്. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഈ വീഡിയോയിലാണ് കേട്ടോ മുടങ്ങി പോകുന്നത്. അപ്പോൾ ഒത്തിരി ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ എല്ലാവരും ചോദിക്കും കുഞ്ഞുണ്ണിക്ക് എന്തെങ്കിലും വയ്യായികയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട് കേട്ടോ. കാരണം കുറേ ദിവസം ഇങ്ങനെ വൈകിയാലേ കുഞ്ഞുണ്ണിനെ കണ്ടില്ലെങ്കിൽ എല്ലാവർക്കും എന്തോ പോലെയാണെന്ന് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് കമൻറ്റ് ഇൻസ്റ്റയിൽ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് അത്യാവശ്യമൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ഇൻസ്റ്റ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. ഇൻസ്റ്റയിൽ അങ്ങനെ വീഡിയോ എടുത്തൊന്നും ഇല്ലായിരുന്നു. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും എനിക്കെന്തോ ഭയങ്കര മടിയായിരുന്നു വീഡിയോ ഇടാനായിട്ട്. പക്ഷേ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ നെഗറ്റീവ് വോളികൾ ആരും തന്നെ നെഗറ്റീവ് പറയാൻ മാത്രം ഒന്നും നമ്മുടെ വീഡിയോയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കാം ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഫേസ്ബുക്കിലാണേലും ഇൻസ്റ്റയിലാണേലും എല്ലാവരും ഒരുപാട് സ്ഥലത്ത് നിന്ന് നമുക്ക് മെസ്സേജുകൾ എല്ലാം ഇങ്ങനെ ഹോസ്പിറ്റലിൻ്റെ പേരുകൾ ഡോക്ടറിൻ്റെ പേരുകളൊക്കെയാണ് കേട്ടോ. പിന്നെ അവരവർ എന്താ പറയുക ഇങ്ങനെ ശരിയായി വന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ചെയ്ത ട്രീറ്റ്മെൻറ്റുകൾ അവർ ചെയ്ത കാര്യങ്ങൾ ഇനി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു പരിധി വരെ നമുക്ക് എല്ലാ കാര്യങ്ങളിലേക്ക് എത്തപ്പെടാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എന്നോട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, എന്നാലും അതിൽ നിന്ന് വരുന്ന ആരെങ്കിലും ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. കാരണം യൂട്യൂബിലുള്ളവർ എന്താ പറയുക എല്ലാവർക്കും തന്നെ നമ്മൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇൻസ്റ്റയിൽ FB എന്ന് പറഞ്ഞാൽ അങ്ങനെ പേഴ്സണലായിട്ടുള്ള മെസ്സേജസ് ഒന്നും വരാറില്ല. അതിൽ ഇൻബോക്സിൽ വരുന്ന ആ മെസ്സേജസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒത്തിരി വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ട്, പിന്നെ പോവാത്ത എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക സത്യം പറഞ്ഞാൽ നിങ്ങൾക്കും അതറിയാമല്ലോ. ഞാൻ പറയുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഒരാളല്ലേ ഉള്ളൂ നമ്മൾ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന തെറാപ്പി ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് അവനത് എഫക്റ്റീവ് ആവുന്നുണ്ട്. ഇപ്പം ആരും വിചാരിക്കേണ്ട നമ്മൾ പുറത്ത് പോകുന്നില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു സ്ഥലമില്ല കേട്ടോ. നമുക്ക് എത്ര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങോട്ടേക്കൊന്നും എത്തിപ്പെടാനായിട്ട് പറ്റില്ല. നമ്മൾ പണ്ട് കുഞ്ഞിനെ കൊണ്ട് സ്കൂട്ടറിന് തെറാപ്പിക്കൊക്കെ പോകുമായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ട് ഈ ചുമ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ തെറാപ്പിക്ക് പോലും മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ. ആൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോകും. അപ്പോൾ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല, ഞാൻ തന്നെ വീട്ടിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ അവന് ഒരുപാട് പ്രയോജനമാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞിനെ കൊണ്ട് മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ വെറുതെ വീട്ടിൽ കുഞ്ഞിനെ കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ നമുക്ക് ഒരുമാതിരി എന്താ പറയുക നമ്മൾ തെറാപ്പിക്ക് കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ ഒരു കളിയാക്കലിൻ്റെ ടോണിലൊക്കെ നമ്മൾ കാണാറുണ്ട് കേട്ടോ ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് വെറുതെ തോന്നുക. നമ്മളിപ്പോൾ തെറാപ്പിക്ക് കൊണ്ടായാലും കൊണ്ടുപോയില്ലെങ്കിലും കുഞ്ഞിൻ്റെ കൂട്ടിന് വരാനുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ അത് മാത്രം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ തെറാപ്പിക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് തന്നെ പോകേണ്ട വരും. ഇടുക്കി ജില്ല വിട്ടു പോകേണ്ട വരും. ഇടുക്കിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇടുക്കിയിലോട്ട് നമുക്ക് എത്തണമെങ്കിൽ എറണാകുളത്ത് പോകുന്ന ദൂരം തന്നെ ഇവിടുന്ന് ഇടുക്കിയിലേക്ക് അത്രയില്ല, എന്നാലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി പോയി വരവ് പറ്റൂല. അപ്പം നിലവിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തു പോയി കുഞ്ഞുണ്ണിനെയും കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ഇത് മാത്രം ട്രൈ ചെയ്യുന്നത് കേട്ടോ. കാരണം ആ ഒരു ഞാൻ പുറത്ത് കൊണ്ടുപോകാത്തതിൻ്റെ കുറവൊന്നും എൻ്റെ കുഞ്ഞിനെ കൂടെ വരാൻ പാടില്ല. അത് എന്താ പറയുക
അത് നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അവന് എന്തെങ്കിലും ഒരു കുറവുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവന് ട്രീറ്റ്മെൻറ്റുകളല്ലാതെ നമ്മൾ എടുക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ പറയണ്ട. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല എന്ന്. കാരണം നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ചെന്നെത്തിപ്പെട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ വൈകാതെ കുഞ്ഞിനെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അല്ല, കിട്ടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാനിതിൽ പറയുന്നില്ല കേട്ടോ. അപ്പം എന്താ പറയുക, ഞാനിങ്ങനെ വീഡിയോയിൽ പറഞ്ഞു കഴിയുമ്പോൾ വാട്സപ്പിൽ വന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഞാൻ പെൻഡിങ് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടാനായിട്ട് കുറച്ച് നാളുകൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. കാരണം ഇപ്പോൾ എൻ്റെ കുഞ്ഞുണിക്ക് മാത്രം മാറ്റം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല ഞാനിത് പറയാതിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ കുഞ്ഞിനെക്കുട്ടന് ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ അവന് വരുന്ന മാറ്റങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം കേൾക്കണവർ പലരും പല രീതിയിൽ എടുക്കും. എന്നാലും അവനൊരു എന്താ പറയുക, സുഖമില്ലാത്ത പോലെ ആയി വരുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് പറയാതിരിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കാണാറുണ്ടല്ലോ ഷോർട്സിലൊക്കെ ആണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവാണെന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. അപ്പോൾ അത് അങ്ങോട്ടേക്കാണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇപ്പം എന്താണ് ഞാൻ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റെയർ കയറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ടോയ് വാക്കിംഗ് എന്ന് പറയില്ലേ, അപ്പോൾ ഒരു കാലിങ്ങനെ പൊന്തിച്ചിട്ട് നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നത്, അത് കുഞ്ഞിനെക്കുട്ടിനെ ചെറുതായിട്ടുണ്ട് കേട്ടോ ആ ഒരു പ്രശ്നം. അത് സ്റ്റാർട്ടിങ് ട്രബിളാണ്, കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ ശരിയാവും. പക്ഷേ ഈ സ്റ്റെയർ കയറുമ്പോൾ ആണ് എനിക്കത് ശരിക്കും മനസ്സിലാവുന്നു കേട്ടോ. അവൻ ആ കാലിന് ഒരു നല്ലൊരു ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ അവൻ ആ ബലം കൊടുക്കാനൊരു മടിയുണ്ടായിരുന്നു ഒരു സ്റ്റെയർ കയറുമ്പോൾ. നിങ്ങളിപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമേ. ഇറങ്ങാനും പുള്ളിക്കാരന് അത്ര ബാലൻസ് ഇല്ല കേട്ടോ. കുഴപ്പമില്ല, എന്നാലും അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അത് ശരിയായിരിക്കുള്ളൂ. നമ്മൾ ഇപ്പോഴാണല്ലോ ഈ ഒരു സ്റ്റെയറിൻ്റെ ഒരു പരിപാടി തുടങ്ങിയത്. നേരത്തെ അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. നമ്മൾ തെറാപ്പിക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് കയറ്റിക്കുന്നു എന്നല്ലാതെ റെഗുലറായിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറ്റിക്കുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആ ടോയ് വാക്കിംഗ് ഉള്ള മക്കൾക്കുള്ളൊരു ഒരുപാട് ഗുണമുള്ളൊരു കാര്യമാണ്. ഈ മുകളിലേക്ക്, അതായത് ചെറിയൊരു സ്ലോപ്പായിട്ട് കിടക്കുന്ന സ്ഥലമില്ലേ, അത് നേരെ മുകളിലേക്ക് നടത്തണം. അപ്പോൾ കാലിൻ്റെ പാദം അവർ പതിക്കും. അപ്പോൾ അത് ഞാനൊരു ഇംഗ്ലീഷുകാരുടെ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പിൽ കാൽപാദം പകുതി വെച്ചിട്ട് നിർത്തുന്നത്. അതായത് ഉപ്പൂറ്റിയുടെ ഭാഗം പുറത്തേക്ക് വെച്ചിട്ട് കാലിൻ്റെ അറ്റം അഗ്രഭാഗം സ്റ്റെയറിൻ്റെ അവിടെ സ്റ്റെപ്പിൽ ഊന്നിച്ച് നിർത്തണം. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് സ്വാഭാവികമായിട്ടും കുറേ സമയം ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ താഴത്തേക്ക് കാല് പതിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ അത് സ്റ്റെപ്പ് കയറുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ആൾ നല്ലതായിട്ട് ടയേർഡായി അത്രയും നേരം കയറിയപ്പോഴേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഇത്തിരി നേരം നിൽക്കട്ടെ എന്ന് വിചാരിച്ചേ. പിന്നെ ഞാനിതൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കാണുന്നവർക്ക് ഇങ്ങനെ എന്താ പറയുക, അറിയില്ലാത്തൊരു കാര്യമാണെങ്കിൽ അവരും ഇത് ചെയ്യാൻ ട്രൈ ചെയ്യും. പിന്നെ ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറിയുന്ന ആളുകൾ എനിക്ക് പറഞ്ഞു തരും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിതൊരു ഇംഗ്ലീഷുകാരുടെ വീഡിയോ കണ്ടിട്ട്. കാരണം ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. കൂടുതൽ ഇംഗ്ലീഷുകാരൊക്കെ തന്നെയാണ് മക്കളുടെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ടെക്നിക്കാണിത്. അപ്പോൾ ഇത് തെറാപ്പിസ്റ്റിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നതല്ല, നമ്മുടെ തെറാപ്പിസ്റ്റുകളോടൊക്കെ ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞു തന്നതാണ്, ഈ സ്ലോപ്പായിട്ടുള്ള സ്ഥലത്ത് ഈ ടോയ് വാക്കിംഗ് ഉള്ള കുഞ്ഞുങ്ങളെ നടത്തുന്നത് നല്ലതാണ്. അത് നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ അവർ മെസ്സേജ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കുന്നുപോലെയുള്ള സ്ഥലത്തേക്ക് നടത്തി കയറ്റണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ മഴയില്ലാത്തപ്പോൾ എപ്പോഴും നമ്മൾ ഇവിടുന്ന് റോഡിലേക്ക് നടന്നു പോകാറുണ്ട്. കുഞ്ഞിൻ്റെ കുട്ടനെ കൊണ്ട് നടന്നു പോകാറുണ്ടെന്ന് മാത്രമല്ല, അവിടെ മണലുള്ളൊരു സ്ഥലമുണ്ട്. ആ മണലിൽ കൊണ്ട് കുറേ സമയം നിർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിലവിൽ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞിനെ കുട്ടനെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെ. പിന്നെ നമ്മൾ ഒരെണ്ണ ഉപയോഗിച്ച് രാവിലെ കുളിപ്പിക്കുന്നതിന് മുമ്പ് ദേഹം എല്ലാം തടവി അതൊക്കെ ചെയ്ത്, എല്ലാവർക്കും അറിയാമല്ലോ നമ്മളതൊക്കെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏതെണ്ണയാണെന്നുള്ള കാര്യമൊക്കെ ഞാനത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞിനെക്കുട്ടിനെ സ്റ്റെപ്പ് കയറ്റിച്ച് നിങ്ങളെ കാണിക്കുന്നതിൻ്റെ കാര്യം വേറൊന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ
ഇങ്ങനെ നടന്നു പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ കുഞ്ഞിനെക്കൊണ്ട്. കാരണം അത് ഇച്ചിരി കഷ്ടപ്പാടുള്ള പണിയാണല്ലോ. അപ്പോൾ അത് സ്റ്റെപ്പ് കയറാൻ നല്ല മടിയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ റെഡ് ബൗൾ കയ്യിൽ, ആ റെഡ് ബൗൾ അവന് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യിക്കാൻ എടുക്കുന്നുണ്ടെന്നറിയോ. എന്തായാലും കുഞ്ഞിനെക്കൊണ്ട് അത് കണ്ടുപിടിച്ചത് നന്നായി. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഇപ്പോൾ ഇവനെ എന്ത് കാണിച്ച് നമ്മൾ ചെയ്യായിരുന്നു. അപ്പം മിഠായി കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ തെറാപ്പി സെൻറ്ററിൽ അവർ പറയുന്നത്. ഇവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഇവർക്ക് മിഠായിയൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ, അപ്പോൾ ഒരു ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മിഠായി കൊടുക്കാനാണ് പറയൽ. പക്ഷേ മിഠായി അങ്ങനെ എപ്പോഴും കൊടുത്താൽ ശരിയാവില്ല. നമ്മുടെ കുഞ്ഞിനെക്കൊണ്ട് പല്ലിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ചോക്ലേറ്റുകൾ കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചുമ്മാ ഇങ്ങനെ സ്റ്റെപ്പിൽ കൊണ്ടുപോയിക്കും, താഴെ കൊണ്ടുപോയിക്കും. അപ്പോൾ അവൻ സത്യം പറഞ്ഞാൽ കുഞ്ഞിന് നടക്കുന്നത് അതെടുക്കാൻ വേണ്ടിയിട്ടും ആ സ്റ്റെപ്പ് കയറുന്നതും അതെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് എന്താ പറയുക, കുറേ കഴിയുമ്പോഴത്തേന് നമുക്ക് കഷ്ടം തോന്നുക. അത്രമാത്രം ബുദ്ധിമുട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മുടെ കുഞ്ഞിന് മോനെന്ന് ഇറങ്ങി കയറുകയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പം എന്താ പറയുക, നമുക്ക് ചില സമയത്ത് തോന്നും വേണ്ട പാവമല്ലേ, അവൻ എവിടെയെങ്കിലും ഇരിക്കട്ടെ എന്നൊക്കെ തോന്നും. പിന്നെ ഞാൻ വിചാരിക്കുമില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടാണ് കാലുകൾക്കൊക്കെ ബലമായി തുടങ്ങിയത്. അവൻ എന്താ പറയുക, നിൽക്കുന്നതിനൊന്നും ഇപ്പോൾ യാതൊരു ഇതുമില്ല കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അവന് മടിയില്ലാതിരിക്കുമ്പോൾ നന്നായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് തൊട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, പാവത്തം വിചാരിച്ച് ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നും ആവില്ലായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ കൊച്ചിനെ പണിയെടുപ്പിച്ച് മടുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് കൊടുത്താണ് കേട്ടോ. കാരണം നമ്മുടെ അൻവിമോൾ അവിടെ ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പോയി ആളെ ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങിയിരിക്കണത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കുഞ്ഞിനെക്കൂടിനെ. അപ്പോൾ നമ്മൾ അന്ന് ഇവിടെ സ്റ്റെപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് സത്യം പറഞ്ഞ് ഇരുന്നായിരുന്നു കേട്ടോ. പിന്നെയാണെങ്കിൽ നമുക്കിപ്പോൾ രണ്ടാമത്തെ നില എടുക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്റ്റെപ്പ് അങ്ങനെ നമ്മൾ ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആകെ വൃത്തികേടാവും, അതിന് കേടുപാടുകൾ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ നമ്മളത് ചെയ്യാതിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ വിചാരിക്കുമായിരുന്നു അവിടെയും കൂടി ഒന്ന് ടൈലിട്ട് പോകുമായിരുന്നു, കുഞ്ഞിനെക്കുട്ടിനെ കുറച്ചും കൂടി സേഫാക്കി നമുക്ക് കുഞ്ഞിനെക്കുട്ടിനാണെങ്കിൽ മുഖമൊക്കെ അങ്ങോട്ട് ചുവന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അൻവിമോളാണെങ്കിൽ എഴുന്നേറ്റിട്ടും ഇല്ല. എന്നിട്ട് അൻവിമോൾ എഴുന്നേറ്റുണ്ടെങ്കിൽ നമുക്ക് നടക്കത്തേ ഇല്ല ഈ പരിപാടിയൊന്നും. കാരണം പുള്ളിക്കാരി ഇതിന് മുന്നേ കയറി ഓടിയിട്ടുണ്ടാവുമേ. ഈ സ്റ്റെപ്പിൻ്റെ ഇടയിൽ കൂടി ഏത് നേരം ഓട്ടാട്ടെ. ഞാൻ തുണിയൊക്കെ വിരിക്കാൻ പോകുമ്പോൾ ആണെങ്കിൽ എന്നെ കാണാതെ ഇതിലൂടെ വന്നിട്ട് ഇതിൽ കൂടെ കയറി മുട്ടുകുത്തിയാണേ പോകുന്നേ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾ ആ കമ്പിയുടെ ഇടയിൽ കൂടെയൊക്കെ തലയൊക്കെ ഇട്ടിട്ടൊക്കെ കിട്ടോ നോക്കണത്. അപ്പോൾ എനിക്കാണെങ്കിൽ അൻവിമോൾ വന്നിട്ട് ഞാൻ മുറ്റത്തേക്ക് പോലും സത്യം പറഞ്ഞ് ഇപ്പോൾ ഇറക്കാറില്ല കേട്ടോ. എപ്പോഴും ഞാൻ കഥ കടച്ചിട്ട് അകത്ത് തന്നെ ഇരുത്തേ. കാരണം എന്ന് പറഞ്ഞാൽ കണ്ണ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ആള്. ഇപ്പം ആ കുറുമ്പിൻ്റെ പ്രായമാണല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കുട്ടനും അങ്ങനെ തന്നെയാണ്, പുറത്തിറങ്ങിയിരിക്കുന്നതും നടക്കുന്നതും ഒക്കെയാണല്ലോ ആൾക്കും ഇഷ്ടം. വീടിനുള്ളിൽ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ കുഞ്ഞുണ്ണിയുടെ ആ ബുദ്ധിമുട്ട് എത്രത്തോളം ആവുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി നമ്മുടെ കുഞ്ഞിനെക്കുട്ടിൻ്റെ മുറിക്കകത്തും എന്താ പറയുക വീടിൻ്റെ പുറത്തേക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ നമ്മൾ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരുത്തുന്നത്. അപ്പോൾ അവന് ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോകാനായിട്ട് എത്രമാത്രം കൊതിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ നാളുകളിലേക്ക് എത്തപ്പെടാനായിട്ട് ഇനി ഒത്തിരി നാളൊന്നും വേണ്ടി വരില്ല അല്ലേ. ഞാനിങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളല്ല കേട്ടോ. മോനെ കൊണ്ട് ഇത് സാധിക്കുന്നില്ലല്ലോ എന്നല്ല ഞാൻ ചിന്തിക്കുക, ഇത്രയും അവനെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. കാരണം അവന് പുറത്തിറങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ട്. ആരുടെയും സഹായം വേണ്ട നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ഇരിക്കണമെങ്കിൽ. ചാരിയോ ചാരാതെയോ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയൊന്നും വേണ്ടത് അവനൊന്ന് എഴുന്നേൽക്കുക നടക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിപ്പെടും, വലിയ താമസമില്ലാണ്ട് എത്തിപ്പെടും. നമ്മളെപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണത്. എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റയിൽ ആ ഒരു വീഡിയോയ്ക്ക് തന്നെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാലത്തിലേക്ക് എത്തിച്ചേരാൻ അധികം നാളില്ല. നമ്മുടെ ഞാൻ പറയാറുണ്ടല്ലോ ഇടയ്ക്ക് വൈറലായ വീഡിയോ പറ്റി. അപ്പോൾ അതിൻ്റെ അകത്തെയാണ് കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവനൊരു മിടുക്കനാണ്, അവൻ പുലിയാണ്, അവൻ ചുള്ളനാണ്. എത്രമാത്രം കമൻറ്റുകളാണെന്നറിയാം അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പിന്നെന്താ പറയുക, പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഓർത്താൻ കേട്ടോ, നമ്മുടെ തമ്പുരാണ് എന്നെ കാണിച്ചു തന്നെ 2 ആഴ്ചയ്ക്ക് മുന്നേ എപ്പോഴോ ഇട്ടിരുന്നത് നമ്മുടെ ആക്ട്രസ് മുക്തയുണ്ടല്ലോ. മുക്തയൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ വേറൊരു ഈ കണ്ടൻറ്റ് വീഡിയോ ചെയ്യുന്നൊരു പുള്ളിക്കാരി ഭയങ്കര എന്താ പറയുക വൈറൽ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരിയും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കുട്ടിനെ ഒരുപാട് ആളുകൾ കണ്ടു കഴിഞ്ഞു. അതായത് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വിദേശ രാജ്യങ്ങളിലുള്ളവർ അങ്ങനെ കണ്ടതിൽ ഒരു കാര്യമുണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ കുഞ്ഞിനെക്കുട്ടിനുണ്ടല്ലേ. അപ്പോൾ ആ പ്രാർത്ഥന എല്ലാം ഒരുമിച്ച് ദൈവത്തിങ്കിലേക്കാണ് ചെല്ലുന്നത്. അതിപ്പോൾ ക്രിസ്ത്യനായിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ഏകദൈവത്തിലേക്ക് തന്നെയാണ് ചെല്ലുന്നത് അല്ലേ. അപ്പം എന്താ പറയുക, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ വലിയ ആളൊന്നുമല്ല. എന്നാലും
എന്താ പറയുക, നമ്മൾ ഗുരുവായൂർ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഇതിൽ പറഞ്ഞില്ല, നമ്മൾ പോയുമില്ല കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ ഞങ്ങൾ തന്നെ ട്രെയിനിന് പോകാൻ കുഞ്ഞിനെക്കുട്ടിനെ അച്ഛനെയും വീട്ടിലാക്കിയിട്ട് കുഞ്ഞിനെ അച്ഛയുടെ അടുത്താക്കിയിട്ട് നമ്മൾ അപ്പുറത്തുനിന്ന് അനിയത്തിയും മക്കളും ഞാനും തമ്മിലും കുഞ്ഞിപ്പെണ്ണായിട്ട് പോകാമെന്നൊക്കെയാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഗുരുവായൂർ പോവാതിരിക്കാനും പറ്റൂല. എന്താ പറയുക, പോകണം എന്ന് തന്നെ മനസ്സിൽ പറയുന്നു. പക്ഷേ ഉള്ളിലൊരു ഭയങ്കര ഒരു തേങ്ങൽ പോലെയായിരുന്നേ കുഞ്ഞിനെക്കുട്ടിനെ കൊണ്ടുപോകാതെ. നമ്മൾ അങ്ങനെ പോയിട്ടില്ല, ഒരു സ്ഥലത്തും പോയിട്ടില്ലെന്ന് തന്നെ പറയാം. അങ്ങനെ കുഞ്ഞിനെ പിരിഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗുരുവായൂർ പോയപ്പോഴുള്ള ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ അന്ന് അത്രമാത്രം കുഞ്ഞിനെയും ബുദ്ധിമുട്ടി ഞാനും ബുദ്ധിമുട്ടി കേട്ടോ. കാരണം ട്രെയിനിനൊക്കെ പോയി ബസ്സൊക്കെ മാറി കയറി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ടെ. ഞാൻ ഇവർക്ക് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിസിലടിയാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കേൾക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി കണ്ണനോട് പറഞ്ഞിട്ടാണ് ഇനി കുഞ്ഞിനെക്കുട്ടനെ ഞാൻ കൊണ്ടുവരില്ല. കാരണം നടന്നു വരണമെന്ന് കണ്ണൻ തന്നെ തീരുമാനിക്കണം. എത്ര നാളായി എൻ്റെ കുഞ്ഞിങ്ങനെ കഷ്ടപ്പെടുന്നത്, കൺമുന്നിൽ വന്ന് നിന്നിട്ടല്ലേ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ കേട്ടോ പോകുന്നത്. പക്ഷേ പോകാൻ എന്തുകൊണ്ടോ ഇങ്ങനെ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമായിരുന്നു അവനില്ലാതെ പോകുന്ന കാര്യമൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ എന്താ പറയുക, വിളക്ക് വയ്ക്കുമ്പോൾ എന്നും രാവിലെ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വയ്ക്കും. നമ്മൾ എന്താ പറയുക, നാരായണീയം വായിക്കും, ലളിത സഹസ്രനാമം വായിക്കണം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇല്ലാതിരുന്നുകൊണ്ടാണ് വായിക്കാതിരുന്നത്. പിന്നെ രാമായണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിക്കും. അപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ, എൻ്റെ മനസ്സ് ആഗ്രഹിച്ച പോലെ തന്നെ കുഞ്ഞിനെക്കുട്ടിൻ്റെ അടുത്ത് പോകാനായിട്ട് നമ്മുടെ ഈ ഒരു യാത്രയിൽ കണ്ണൻ ഇട തന്നോട്ടേ. നമ്മുടെ കുഞ്ഞിനെക്കുട്ടിന് വേണ്ടി തന്നെ പോയതാണേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എന്താ പറയുക, നമുക്കൊരു പുതിയ വണ്ടിയല്ല, സെക്കൻഡ് ഒരു സ്കൂളിൽ പോയപ്പം ചുമ്മാ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് പോയത് ഞാൻ വീഡിയോ എടുത്തേനെ. അപ്പോൾ പുള്ളിക്കാരിക്ക് അങ്ങനെ വീഡിയോയിൽ വരാൻ അത്ര താല്പര്യമില്ല കേട്ടോ. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് മൂത്തുകുട്ടി എവിടെയെന്ന്. അപ്പോൾ കണ്ടോ നല്ല ഇഷ്ടക്കേടാണ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അത് അനിയത്തി എടുത്തുന്ന വീഡിയോ കേട്ടോ. അൻവിമോളാണ് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതേ ഇല്ലായിരുന്നു, അതിലൂടെ പറന്ന് നടക്കുമായിരുന്നു. അവരതിൻ്റെ അകത്തെ ഡോറ് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ കയറി പോകുമായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിലൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ. കുഞ്ഞിനെക്കുട്ടിനാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വന്നാൽ. കാരണം അവന് ഇഷ്ടമുള്ള ഫുഡ് കിട്ടുമെന്നറിയാം. എന്താ പറയുക, ഒരു വെറൈറ്റി നമ്മളുണ്ടാക്കി കൊടുക്കണേ ആ ഒരു ഇതല്ലാതെ പുറത്തുനിന്നൊരു വെറൈറ്റി കഴിക്കാൻ കിട്ടുമെന്ന് കുഞ്ഞിനെനിക്ക് അറിയാം കേട്ടോ. അപ്പം ആൾ വെയിറ്റ് ചെയ്യണം, ഇവിടെ മെനു ഒക്കെ നോക്കാൻ തയ്യാറാവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ കുഞ്ഞിനെക്കുട്ടനായിരിക്കും കേട്ടോ വണ്ടി ഉള്ളതുകൊണ്ട് ഏറ്റവും അധികം ഗുണം. കാരണം വണ്ടി ഇല്ലാത്തത് മൂലം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോവാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക, നമുക്ക് അവന് എവിടെയെങ്കിലും പോകണം എന്ന് തോന്നിക്കഴിയുമ്പോൾ ധൈര്യമായിട്ട് പോവാം. അപ്പോൾ നിങ്ങളാരും വിചാരിക്കരുത് കേട്ടോ, അയ്യോ ഇവരൊരു പഴയ വണ്ടി എടുത്തിട്ട് എന്തൊരു തള്ളാന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ സന്തോഷമായിട്ട് നിങ്ങളിലേക്ക് അത് പങ്കുവയ്ക്കുന്നത്. കാരണം നമ്മളൊക്കെ സാധാരണക്കാരായിട്ട് ജനിച്ച് സാധാരണക്കാരായിട്ട് ജീവിച്ചു വന്നവരാണ്, ഇപ്പോഴും സാധാരണക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം, തരാനൊന്നും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ അൻവിമോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്നിരുന്നിട്ട് ഇവിടെ ചിരി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരോ നല്ല നല്ല കമൻറ്റുകളും ഒക്കെയാണ് നമുക്ക് തുടർന്ന് വീഡിയോ ചെയ്യാനൊക്കെ പ്രചോദനം തരുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ എല്ലാവരുടെയും നല്ല നല്ല കമൻറ്റുകളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ വീഡിയോ കാണുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞിനെക്കുട്ടിൻ്റെ ആവശ്യത്തിനാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കുഞ്ഞുണ്ണിയുടെ ആവശ്യത്തിന് പോയി. പിന്നെ കേട്ടോ നമ്മൾ പോരുന്ന വഴിക്ക് വണ്ടി നോക്കിയിട്ട് വന്നത്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാം.